ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഞാൻ ഇന്ന് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് സ്കിൻ പ്രെപ്പ് ചെയ്യുന്നതെന്നാണ് പറയാൻ പോകുന്നത്. മേക്കപ്പിന് മുന്നേ എങ്ങനെ സ്കിൻ പ്രെപ്പ് ചെയ്യാമെന്ന്. ഇഫ് പ്രോപ്പറായിട്ട് നമ്മൾ മേക്കപ്പിന് മുന്നേ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടില്ലേ നമ്മുടെ സ്കിൻ ഇതുപോലെ ഇരിക്കും കാണാൻ. വളരെ കേക്കി ആയിരിക്കും, ഡ്രൈ ആയിരിക്കും ആൻഡ് ഫൈൻ ലൈൻസ് ഒക്കെ എടുത്ത് കാണിക്കും. സോ സ്കിൻ പ്രെപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ്. ഞാനിവിടെ ഒരു 6 സ്റ്റെപ്പായിട്ടാണ് പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡബിൾ ക്ലെൻസിങ് ആണ്. ഡബിൾ ക്ലെൻസിങ് എന്ന് പറയുമ്പോൾ ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസറും ഒരു ഫേസ് വാഷും വെച്ചിട്ട് വേണം നമുക്ക് ഡബിൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനാണ് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ യൂസ് ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ സ്കിന്നിൽ ഒരുപാട് ഡീപ്പായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ട്. ഇത്രയും ഡീപ്പായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് റിമൂവ് ആവണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഒരു ഓയിൽ ക്ലെൻസർ വെച്ച് തന്നെ ക്ലെൻസ് ചെയ്യണം. ഇപ്പോൾ മാർക്കറ്റ്സിൽ ഒരുപാട് ഓയിൽ ക്ലെൻസേഴ്സ് അവൈലബിൾ ആണ്. ഇഫ് നിങ്ങൾക്ക് അതൊന്നും മേടിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു കാസ്റ്റർ ഓയിലോ ഒലിവ് ഓയിലോ ബേബി ഓയിലോ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഓയിൽ ക്ലെൻസ് ചെയ്യാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ബേബി ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇത് ഒരു 2-3 ഡ്രോപ്സ് നമുക്ക് കയ്യിലെടുത്തിട്ട് ഫേസിലിട്ടതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ്സ് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു ഫേസ് വാഷ് വെച്ച് വാഷ് ഓഫ് ചെയ്ത് കളയാവുന്നതാണ്. സോ ഞാൻ യൂസ് ചെയ്യുന്ന ഫേസ് വാഷ് എന്ന് പറയുന്നത് സിമ്പിളിൻ്റെ ഈ ഫേസ് വാഷാണ്. ഇത് വളരെ മൈൽഡ് ആയിട്ടുള്ളൊരു ഫേസ് വാഷാണ് ആൻഡ് ഇത് സോപ്പ് ഫ്രീ ആണ്, ഫ്രാഗ്രൻറ്റ് ഫ്രീ ആണ് ആൻഡ് എൻ്റെ സ്കിന്നിന് വളരെ സ്യൂട്ടബിൾ ആണ്. ഐ തിങ്ക് ഇത് എൻ്റെ സ്കിന്നിനല്ല, ഓൾമോസ്റ്റ് എല്ലാ സ്കിന്നിനും നല്ല സ്യൂട്ടബിൾ ആയിരിക്കും. ആൻഡ് ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാലും ആഫ്റ്റർ ഫേസ് വാഷ് നമുക്ക് സ്കിൻ വളരെ ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യില്ലേ? പക്ഷെ സിമ്പിളിൻ്റെ ഈ ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്കിൻ നമുക്ക് അത്ര ഡ്രൈ ആയിട്ട് ഫീൽ ആവില്ല. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും ഈ ഫേസ് വാഷ് സ്യൂട്ടബിൾ ആയിരിക്കുന്നത്. സോ നമ്മുടെ ഡബിൾ ക്ലെൻസിങ് എന്ന ഫസ്റ്റ് സ്റ്റെപ്പ് കഴിയും. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ടോണർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. എന്തിനാണ് ടോണർ അപ്ലൈ ചെയ്യുന്നത്? ആക്ച്വലി ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഫേസിലെ pH ലെവൽ ചേഞ്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഈ ചേഞ്ച് ആയിട്ടുള്ള pH ലെവൽ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു ടോണർ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ മാർക്കറ്റ്സിൽ അവൈലബിൾ ആയിട്ടുള്ള ടോണറിന് ഒരുപാട് വൈഡ് വെറൈറ്റീസ് ഓഫ് ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് ഇപ്പോൾ നമ്മുടെ കൺസേൺ ഹൈഡ്രേഷൻ ആണ്. നമ്മുടെ സ്കിൻ വളരെ ഡ്രൈ ആണ്, അപ്പോൾ നമുക്ക് നല്ല ഹൈഡ്രേഷൻ വേണം. ഹൈഡ്രേഷൻ ആണെങ്കിൽ നമുക്ക് സെറമൈഡ് കണ്ടന്റ് ഉള്ള ടോണേഴ്സ് യൂസ് ചെയ്യാവുന്നതാണ്. ഓർ നമ്മുടെ സ്കിൻ ഇപ്പോൾ വളരെ സെൻസിറ്റീവ് ആണെങ്കിൽ നമുക്ക് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിലെ ടോണേഴ്സ് അവൈലബിൾ ആണ്. ഓർ നമ്മുടെ സ്കിൻ ഇപ്പോൾ വളരെ ആക്നെ പ്രോൺ ആണെങ്കിൽ അതിന് ചേർന്ന ടോണേഴ്സ് അവൈലബിൾ ആണ്. സോ നമ്മുടെ നീഡ് എന്താണോ, നമ്മുടെ സ്കിന്നിന് എന്താണോ വേണ്ടത്, ഇത് നോക്കിയിട്ട് വേണം നമ്മൾ ടോണർ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ടോണർ എന്ന് പറയുന്നത് ഈ ടോണറാണ്. ഇത് ഫേസ് ഷോപ്പിൻ്റെ റൈസ് സെറമൈഡ് ടോണറാണ്. മെയിൻ കണ്ടന്റ് വരുന്നത് സെറമൈഡാണ്. സെറമൈഡ് ആയതുകൊണ്ട് തന്നെ എൻ്റെ സ്കിന്നിനെ നല്ല ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി ഈ ടോണർ എന്നെ ഹെൽപ്പ് ചെയ്യും. സെറമൈഡ് കണ്ടന്റുള്ള ഏത് ബ്യൂട്ടി പ്രോഡക്ട്സ് ആണെങ്കിലും അല്ലെങ്കിൽ ഏത് സ്കിൻ കെയർ പ്രോഡക്ട്സ് ആണെങ്കിലും അത് ഹൈഡ്രേഷനെ നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്ന പ്രോഡക്ട്സ് ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സീറം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സോ സീറം ചൂസ് ചെയ്യേണ്ടതും നമ്മുടെ ഫേസിൻ്റെ നീഡ് അനുസരിച്ച് വേണം. ഇപ്പോൾ നിങ്ങളുടെ കൺസേൺ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ ഹൈപ്പർ പിഗ്മെൻറ്റേഷന് വേണ്ടിയിട്ടുള്ള സീറമാണ് ഗ്ലൈക്കോളിക് ആസിഡ് സീറം, കോജിക് ആസിഡ് സീറം. ഇതൊക്കെ നമുക്ക് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ കൺസേൺ വളരെ ഓയിലി സ്കിന്നാണ്, വളരെ വൈറ്റ് ഹെഡ്സ് ഉണ്ട്, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് ആൻഡ് സ്കിന്നിൻ്റെ ടെക്സ്ചർ പ്രശ്നമാണ്, ഇതൊക്കെയാണ് നിങ്ങളുടെ കൺസേൺസ് എങ്കിൽ അതിന് യൂസ് ചെയ്യാവുന്ന സീറമാണ് സാലിസിലിക് ആസിഡ് സീറം. ഓർ ഇതൊന്നും അല്ല പ്രശ്നം, നിങ്ങൾക്ക് ആക്നെ സ്കാർസ് ആണ് പ്രശ്നം, ആക്നെ വരുന്നു ആൻഡ് ഓപ്പൺ പോഴ്സ് ആണ് പ്രശ്നം, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് നയാസിനമൈഡ് സീറം യൂസ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് സീറംസ് ഉണ്ട്. നമ്മുടെ സ്കിന്നിൻ്റെ കൺസേൺ അനുസരിച്ച് വേണം നമ്മൾ ഈ സീറം ചൂസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് സീറം യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലൈക്ക് സീറം ഡയറക്റ്റായിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യരുത്. ഒരു ബിഗിനർ ആണെങ്കിൽ, ബിക്കോസ് നമ്മുടെ സ്കിന്ന് റിയാക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അങ്ങനെ ഡയറക്റ്റായിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ സ്കിൻ റിയാക്ട് ചെയ്തിട്ട് ബ്രേക്ക് ഔട്ട്സിനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഫസ്റ്റ് നമ്മൾ എപ്പോഴും സീറം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്യണം. പാച്ച് ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൈയുടെ ഈ ഭാഗത്തോ അല്ലെങ്കിൽ നെക്കിൻ്റെ ഈ ഭാഗത്തോ എവിടെയെങ്കിലും ഒരു 2-3 ഡ്രോപ്പ് ഫസ്റ്റ് സീറം അപ്ലൈ ചെയ്തിട്ട് ഒരു 10 to 15 മിനിറ്റ്സ് അങ്ങനെ ലീവ് ചെയ്യാം. നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ല എന്ന് കൺഫേം ചെയ്തതിന് ശേഷം വേണം നമ്മളത് ഫേസിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ പാച്ച് ടെസ്റ്റ് 1-2 ദിവസമോ നമുക്ക് ട്രൈ ആക്കാവുന്നതാണ്. അതിന് ശേഷം നമ്മുടെ ഫേസിൽ നമ്മൾ സീറം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് ചേരാത്ത സീറം നമുക്ക് അങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നമ്മൾ വേറൊരു കാര്യം ശ്രദ്ധിക്കണം. ഇപ്പം നയാസിനമൈഡ് ആണെങ്കിൽ തന്നെ ഒരുപാട് കോൺസെൻട്രേഷനിൽ ഇത് അവൈലബിൾ ആണ്. 2% ഉണ്ട്, 5% ഉണ്ട്, 10% ഉണ്ട്. അപ്പം നമ്മളൊരു ബിഗിനർ ആണെങ്കിൽ നമ്മൾ ആദ്യമേ ഒരു 10% സീറം മുഖത്ത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് അതിനെ
എന്തായാലും റിയാക്ട് ചെയ്യും. സോ ഇപ്പോൾ ഒരു ബിഗിനർ ആണെങ്കിൽ സീറം ചൂസ് ചെയ്യുമ്പോൾ ലോ കോൺസെൻട്രേഷൻ വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, എന്നിട്ട് ഹയർ കോൺസെൻട്രേഷനിലോട്ട് ചേഞ്ച് ആവാവുന്നതാണ്. ഞാൻ യൂസ് ചെയ്യുന്നത് കോജിക് ആസിഡിൻ്റെ ഈ സീറമാണ്. ഇത് 2% കോജിക് ആസിഡ് സീറമാണ്. ഡെർമക്കോ എന്ന ബ്രാൻഡിൻ്റെ ഒരു സീറമാണ്. നല്ല സീറമാണ്. ബിക്കോസ് എൻ്റെ കൺസേൺ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആണ്. സോ എൻ്റെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കുറയാൻ വേണ്ടിയിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. ഞാനിത് മോർണിംഗും ഈവനിങ്ങും ആൻഡ് എൻ്റെ മേക്കപ്പിൻ്റെ ബേസായിട്ടും, അതായത് മേക്കപ്പിന് മുന്നേ സ്കിൻ പ്രെപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സീറം യൂസ് ചെയ്യാറുണ്ട്. ആൻഡ് 4th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു നല്ല മോയ്സ്ചറൈസർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മോയ്സ്ചറൈസറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മോയ്സ്ചർ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മുടെ സ്കിൻ എത്രത്തോളം ഡ്രൈ ആണ് എന്ന് നോക്കിയിട്ട് വേണം ഒരു മോയ്സ്ചറൈസർ ചൂസ് ചെയ്യാൻ. എൻ്റെ സ്കിൻ അത്യാവശ്യം നല്ല ഡ്രൈ ആണ്, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചധികം ഹൈഡ്രേഷൻ തരുന്ന മോയ്സ്ചറൈസറാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കോസാറെക്സ് എന്നൊരു ബ്രാൻഡിൻ്റെ അഡ്വാൻസ്ഡ് സ്നെയിൽ 92 ഓൾ ഇൻ വൺ ക്രീം ആണ്. ഇത് നല്ലൊരു മോയ്സ്ചറൈസറാണ്, നല്ല രീതിക്ക് ഹൈഡ്രേഷൻ തരുന്ന ഒരു മോയ്സ്ചറൈസറാണ്. ഓക്കെ. ആൻഡ് 5th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുമ്പോഴും ചില സൺസ്ക്രീൻ നമുക്ക് നല്ല രീതിക്ക് വൈറ്റ് കാസ്റ്റ് തരും, ചിലത് വളരെ ഓയിലി ആക്കും നമ്മുടെ ഫേസ്, ചിലത് ആക്നെ ഉണ്ടാക്കും, പെട്ടെന്ന് ബ്രേക്ക് ഔട്ട്സ് ഉണ്ടായിരിക്കും ചില സൺസ്ക്രീൻ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ നമ്മുടെ സ്കിന്നിനനുസരിച്ചുള്ളൊരു സൺസ്ക്രീൻ നമ്മൾ ട്രയൽ ചെയ്തിട്ട് വേണ്ടി വരും നമുക്കിത് ചൂസ് ചെയ്യാൻ വേണ്ടി. നമ്മൾ ഫസ്റ്റ് ടൈം സൺസ്ക്രീൻ മേടിക്കുമ്പോൾ അത് നമ്മുടെ സ്കിന്നിന് ചേർന്ന് വരില്ല എന്ന് വിചാരിച്ച് നമ്മൾ സൺസ്ക്രീൻ നമ്മുടെ ലൈഫിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യരുത്. അങ്ങനെ ഒരിക്കലും ചെയ്ത് നമ്മൾ വീണ്ടും വേറെ ഒരു ബ്രാൻഡിൻ്റെ സൺസ്ക്രീൻ ട്രൈ ആക്കുക. സോ ആ സൺസ്ക്രീൻ ചിലപ്പോൾ നമ്മുടെ സ്കിന്നിന് സ്യൂട്ടബിൾ ആയിരിക്കും. ഞാൻ യൂസ് ചെയ്യാറ് ഈ സൺസ്ക്രീനാണ്. ഇത് ഡെർമക്കോ എന്ന ബ്രാൻഡിൻ്റെ 1% ഹൈലൂറോണിക് ആസിഡ് സൺസ്ക്രീൻ അക്വാ ജെല്ലാണ്. ഇത് നല്ല സൺസ്ക്രീനാണ്. ഇതിന് വൈറ്റ് കാസ്റ്റ് ഇല്ല ആൻഡ് ഇത് എൻ്റെ സ്കിൻ ഓയിലി ആക്കാറില്ല. സോ ഇത് ഞാൻ ഒരുപാട് സൺസ്ക്രീൻ യൂസ് ചെയ്തതിന് ശേഷം ഞാൻ കണ്ടുപിടിച്ച സൺസ്ക്രീനാണ് ഇത്. എനിക്കും ആദ്യം സൺസ്ക്രീൻ യൂസ് ചെയ്തപ്പോൾ ബ്രേക്ക് ഔട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ സൺസ്ക്രീൻ എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, അതായത് 6th സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു പ്രൈമർ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ബേസായിട്ട് അപ്ലൈ ചെയ്യുന്നതാണ് പ്രൈമർ എന്ന് പറയുന്നത്. സോ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും പ്രൈമറും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഫൗണ്ടേഷൻ പെട്ടെന്ന് കേക്കി ആയി പോവും ആൻഡ് ഫൗണ്ടേഷൻ ലാസ്റ്റ് ചെയ്യണമെന്നും ഇല്ല. സോ ഞാൻ യൂസ് ചെയ്യുന്ന പ്രൈമർ എന്ന് പറയുന്നത് ഇതാണ്. ഇത് റെനയുടെ ഒരു പ്രൈമറാണ്. ഇതൊരു ആക്ച്വലി ഒരു ഹൈലൈറ്റിംഗ് മോയ്സ്ചറൈസറാണ്. ഇതൊരു പ്രൈമറായിട്ടും യൂസ് ചെയ്യാം. ഒരു 2-in-1 പ്രോഡക്റ്റാണിത്. സോ ഞാനിവിടെ 6 സ്റ്റെപ്പാണ് പറഞ്ഞത്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡബിൾ ക്ലെൻസിങ്, ടോണർ, സീറം, മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ആൻഡ് പ്രൈമർ. ഈ 6 സ്റ്റെപ്പാണ് നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതിന് മുന്നേ ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതിന് ശേഷം വേണം നമ്മൾ മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇതിലെ ഫസ്റ്റ് 4 സ്റ്റെപ്സാണ് നമ്മളൊരു നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ചെയ്യേണ്ടത്. അതായത് സൺസ്ക്രീനും പ്രൈമറും, ഇത് രണ്ടും നമുക്ക് നൈറ്റിൽ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ബാക്കി 4 സ്റ്റെപ്സ് നമുക്ക് നൈറ്റ് സ്കിൻ കെയർ റൂട്ടീനിൽ ചെയ്യാവുന്നതാണ്. ആൻഡ് ഇതിലത്തെ ഫസ്റ്റ് 5 സ്റ്റെപ്സാണ് നമ്മൾ മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ചെയ്യുന്നത്. അതായത് ഇൻക്ലൂഡിങ് സൺസ്ക്രീൻ, ബിക്കോസ് മോർണിംഗ് നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും സൺ ടാൻ വരാൻ ചാൻസ് ഉണ്ട്. സോ നമ്മൾ സൺസ്ക്രീൻ എന്തായാലും അവോയ്ഡ് ചെയ്യരുത്. സോ ഫസ്റ്റ് 5 സ്റ്റെപ്സ് നമുക്ക് മോർണിംഗ് സ്കിൻ കെയർ റൂട്ടീനിൽ ചെയ്യാവുന്നതാണ്. സോ ഗൈസ്, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഞാൻ യൂസ് ചെയ്ത എല്ലാ പ്രോഡക്ട്സും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഡു ചെക്ക് ഇറ്റ് ഔട്ട്. എല്ലാവർക്കും ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. Bye.